Hi all, welcome to X and Y Learning. So NSMC National Science and Math Championship-ന്റെ ക്ലാസ് 5-ലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന സയൻസിലെ ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ NSMC എന്ന് പറയുന്ന നാഷണൽ സയൻസ് ആൻഡ് മാത്ത് ചാമ്പ്യൻഷിപ്പ് എക്സ് ആൻഡ് വൈയും ഹിന്ദുവും കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന എക്സാമിന് നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നവംബർ 1-നാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. സോ ഓൾ കേരളയും അതുപോലെ തന്നെ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദിലൊക്കെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് NSMC എന്ന് പറയുന്നത്. സോ നിങ്ങൾ സയൻസിലും മാത്സിലും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. അപ്പം അതുപോലെ തന്നെ ഒരുപാട് ക്യാഷ് പ്രൈസുകളും നിങ്ങൾ അവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ടാവും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ മേ ബി നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ എന്താണ് സോളിഡ്, എന്താണ് ലിക്വിഡ്, എന്താണ് ഗ്യാസ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മേജർലി അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് അനോമലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനോമലീസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കാണാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. അപ്പൊ എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ഡയമണ്ട് നോക്കാം. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അത് സോളിഡ് ഫോമിലാണ് അല്ലെ, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവും, കൃത്യമായിട്ടുള്ള ഒരു വോളി ഉണ്ടാവും. വോളി എന്ന് പറഞ്ഞാൽ സ്പേസ് ഒക്യുപ്പൈഡ് ബൈ മാറ്റർ. ഒരു മാറ്റർ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ വോളി എന്ന് വിളിക്കുന്നത്. സോ അതിന് കൃത്യമായിട്ടുള്ള ഒരു വോളി ഉണ്ടാവും, ഫിക്സഡ് വോളി ഉണ്ടാവും, ഫിക്സഡ് ഷേപ്പ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള മാറ്ററിനെയാണ് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെയാണ് നമ്മൾ സോളിഡ് എന്ന് വിളിക്കുക. ഇനി കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ഒന്നുമില്ല. നമ്മൾ വാട്ടർ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഷേപ്പ് ഉണ്ടോ, ഷേപ്പ് ഒന്നുമില്ല. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു മാറ്ററിന് ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സ്പേസ് ഒക്യുപ്പൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്തിട്ട് നിൽക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിനൊരു കൃത്യമായിട്ടുള്ള ഫിക്സഡ് ബോളി ഉണ്ട്, പക്ഷെ അതിനെന്തില്ല, ഒരു ഫിക്സഡ് ഷേപ്പ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ലിക്വിഡ്സിനെ നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല, ബട്ട് ഫിക്സഡ് ആയിട്ടുള്ള വോളി ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലൗഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ക്ലൗഡ്സിൽ എന്താണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് ആണ്, നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള വോളിയം ഇല്ല, അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പും അതിനില്ല നമ്മൾ എന്ത് പറയും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിയോൺ ബൾബ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഡെക്കറേഷൻ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ബൾബ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മൾ നിയോൺ ബൾബ്സ് എന്ന് പറയുന്നത്. സോ ആ നിയോൺ ലാംപ്സ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അയേൺസ് ആയിട്ട് മാറും കേട്ടോ. അയോൺസ് എന്ന് പറഞ്ഞാൽ ചാർജഡ് പാർട്ടിക്കിൾസ് ആണ്. ആ ചാർജഡ് പാർട്ടിക്കിൾസിന് വേറൊരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്, അതിനെ പ്ലാസ്മ എന്നാണ് വിളിക്കുക. സോ കുറച്ചുകൂടി നമ്മൾ ഹയർ ലെവലിൽ എത്തുമ്പോഴാണ് ഈ ഒരു പ്ലാസ്മിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഇപ്പം മനസ്സിലാക്കേണ്ടത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 കാര്യത്തിന് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിന്റെ മേജർ ആയുള്ള പ്രോപ്പർട്ടീസും എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. സോ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്താലോ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ് ക്യൂബ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഐസ് എന്ന് പറയുന്നത് വാട്ടറിന്റെ സോളിഡ് ഫോം ആണ്. സോ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് റിജിഡ് ആയിട്ടുള്ള ഷേപ്പാണ് അല്ലെ, അതിന് ഒരു റിജിഡിറ്റി ഉണ്ടാവും, എപ്പോഴും ഹാർഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഫിക്സഡ് ഷേപ്പ് ആയിരിക്കും, അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോളി ഉണ്ടാവും. ഐസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടാവും, ഒരു ഫിക്സഡ് ആയിട്ടുള്ള വോളി ഉണ്ടാവും. എമൗണ്ട് ഓഫ് വാട്ടർ ഇൻസൈഡ് ഇറ്റ് അല്ലെ, ആ എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട് അല്ലെ, അതിനെയാണ് നമ്മൾ വോളി എന്ന് വിളിക്കുന്നത്. സോ അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോളി ഉണ്ടാവും. ഹൈ ഡെൻസിറ്റി ആയിരിക്കും അതിന് ഉണ്ടാവുക. നോർമലി ഹൈ ഡെൻസിറ്റി ആണ് ഉണ്ടാവേണ്ടത്, പക്ഷെ വാട്ടറിന്റെ കേസിൽ അവിടെ സ്ലൈറ്റ് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ക്ലോസ്ഡ് ആയിട്ട് ആൻഡ് ഓർഗനൈസ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് അതിനകത്തുള്ള മോളിക്യൂൾസ് എല്ലാം ക്ലോസ്ലി ബൈൻഡ് ചെയ്ത പോലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. സ്ലൈറ്റ്ലി കംപ്രസിബിൾ, അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീണ്ടും കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതായത് അതിന്റെ വേറൊരു ഫോമിലേക്ക് വീണ്ടും അതിനേക്കാളും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് കംപ്രസ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. അതാണ് സ്ലൈറ്റ്ലി കംപ്രസിബിൾ എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് ആണെങ്കിൽ അതിന് റിജിഡിറ്റി ഒന്നുമില്ല, അതിൻ്റെ ഒരു പ്രോപ്പർ ഫ്ലൂയിഡിറ്റി ഉണ്ടാവും അല്ലെ. ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് ഉണ്ടാവുക. അത് ഇങ്ങനെ ഒഴുകി നടക്കാണ്, ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് നമ്മൾ ഫ്ലൂയിഡിറ്റി എന്ന് വിളിക്കുക. സോ അതിന് റിജിഡ് അല്ല, അതുപോലെ തന്നെ നോ ഫിക്സഡ് ഷേപ്പ്, അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല. ദെൻ ആവറേജ് ടു ഹൈ ഡെൻസിറ്റി ആണ് കേട്ടോ. ആവറേജ് മുതൽ ഹൈ ഡെൻസിറ്റി വരെയാണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആവറേജ് ടു ഹൈ ഡെൻസിറ്റി ആണ് നമുക്ക് കാണാൻ പറ്റുക. ക്ലോസ് ടൈറ്റ് ബട്ട് നോട്ട് ഡിസോർഗനൈസ്ഡ് പാർട്ടിക്കിൾസ്, അതായത് ക്ലോസ്ലി ടൈറ്റ് ആണ് പക്ഷെ ഡിസോർഗനൈസ്ഡ് ആയിട്ടാണ് അതിന്റെ മോളിക്യൂൾസ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഒരു മോളിക്യൂൾ, ഇപ്പൊ ലിക്വിഡിന്റെ ഒരു മോളിക്യൂള്
ഈ ഓരോ മോളിക്യൂൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും കുറച്ചുകൂടി ഒരു സ്ലൈറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടാണ് അതിന്റെ പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ പറ്റുക. സ്ലൈറ്റ്ലി കംപ്രസിബിൾ ആണ്. ലിക്വിഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ സോളിഡ് ആക്കി സ്ലൈറ്റ്ലി ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബബിലിറ്റി കൂടുതലാണ്. സ്ലൈറ്റ്ലി കംപ്രസിബിൾ ആണ് ഇതും. നമ്മൾ സോളിഡിന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സോളിഡിനെ വീണ്ടും റിജിഡ് ആക്കാൻ പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ നോൺ റിജിഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡിനെ നമുക്ക് വേണമെങ്കിൽ ഹൈ പ്രഷർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു സോളിഡ് ഫോമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിക്വിഡിനെ മാറ്റാൻ പറ്റും. അത് നമ്മൾ മനസ്സിലാക്കണം. ദെൻ ഗ്യാസ് ആണ് നമ്മൾ നോക്കുന്നത്. ഗ്യാസ് അടുത്തൊരു മാറ്റർ ആണ്. ഗ്യാസ് എന്ന് പറയുന്നത് അടുത്തൊരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. നമ്മൾ വാട്ടറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ വേപ്പർ, അതിന് റിജിഡ് അല്ല, അതിന് ഒരു പ്രോപ്പർ ഷേപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിന് ഫിക്സഡ് വോളിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. മേജർലി ലോവർ ഡെൻസിറ്റി ആയിരിക്കും. ലോവർ ഡെൻസിറ്റി ആയിട്ടും മോസ്റ്റ്ലി ഗ്യാസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെ, ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദ ഗ്യാസ് ആർ ഇൻവിസിബിൾ, നമുക്ക് കാണാൻ പറ്റില്ല. ഫാർ അപ്പാർട്ട് ആയിരിക്കും. അവരുടെ മോളിക്യൂൾസ് നോക്കുകയാണെങ്കിൽ ഒരു മോളിക്യൂൾ ഇവിടെ ആണെങ്കിൽ ഒരു പാർട്ടിക്കിൾ കുറച്ച് ദൂരത്തായിരിക്കും കേട്ടോ, കുറച്ച് ദൂരത്തായിരിക്കും. അവര് മോളിക്യൂൾസ് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. ഫാർ അപ്പാർട്ട് ആൻഡ് ഡിസ്ഓർഗനൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഹൈലി കംപ്രസിബിൾ ആണ്. ഈ ഒരു ഗ്യാസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലിക്വിഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഹൈ പ്രഷർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ലോ ടെമ്പറേച്ചർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ നിങ്ങളെല്ലാവരും മേ ബി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്നും കൂടി എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. ഇന്റർമോളിക്കുലർ സ്പേസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് വെരി സ്മോൾ ആയിരിക്കും സോളിഡിന്റെ കേസിൽ. അത് ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് സോളിഡിനെ കാണാൻ പറ്റുക. ഇനി നമുക്ക് ലിക്വിഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു ഡിസ്റ്റൻസ് കാണാൻ പറ്റും. എന്നാലും സ്ലൈറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമുക്ക് ലിക്വിഡിൽ കാണാൻ പറ്റുക പാർട്ടിക്കിൾസ്. ഇനി നമുക്ക് ഗ്യാസിലാണെങ്കിൽ വെരി ലാർജ് ആണ്, ഒരുപാട് ദൂരം ഉണ്ടാവും. രണ്ട് മോളിക്യൂൾസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടാവും. അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നോ ഫിക്സഡ് ഷേപ്പ്, നോ ഫിക്സഡ് വോളിയം എന്ന് പറയുന്നത്. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ്, രണ്ട് പാർട്ടിക്കിൾസ് അടുത്തടുത്തുണ്ടെങ്കിൽ അതിന് ഹൈലി അട്രാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ സോളിഡിന് ഹൈ അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഫെയർലി സ്മോൾ കമ്പയർ ടു സോളിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറവാണ് ആർക്കുള്ളത്, നമ്മുടെ ലിക്വിഡിന്. അതുകൊണ്ടാണ് അവരുടെ പാർട്ടിക്കിൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് ലോവർ ആണ്. അതുകൊണ്ടാണ് അവർ ലൂസ്ലി പാക്ഡ് ആയിട്ട് നമുക്ക് കാണുന്നത്. ഇനി നെഗ്ലിജിബിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഗ്യാസ് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുക. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് പാർട്ടിക്കിൾസ് എന്താണ്, ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫാർ അപ്പാർട്ട് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, മൂവിങ് ഒബ്ജക്ട്സിന് ഉണ്ടാവുന്ന ഒരു എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതൽ ഗ്യാസിനാണ് ഉണ്ടാവുക, റാദർ ദാൻ ലിക്വിഡ് ആൻഡ് സോളിഡ്. ലിക്വിഡിനെയും സോളിഡിനെയും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉള്ളത്. അതിന്റെ പാർട്ടിക്കിൾസ് ഒരുപാട് ദൂരത്താണ്. അതുകൊണ്ടാണ് അതിന് മൂവിങ് കപ്പാസിറ്റി കൂടുതലായിട്ട് വരുന്നത്. സോ മാക്സിമം ആൻഡ് മൂവ് റാൻഡംലി അറ്റ് ഹൈ സ്പീഡ് എന്നാണ് പറയുന്നത്, അല്ലെ. വെരി ഹൈ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് മൂവ് ചെയ്യാൻ പറ്റും ഗ്യാസ് പാർട്ടിക്കിൾസിന്. ഇനി ഗ്രേറ്റർ ദാൻ സോളിഡ്സിനെക്കാളും ഗ്രേറ്റർ ആണ് ആര്, നമ്മുടെ ലിക്വിഡിന്റെ കേസിലെ കൈനറ്റിക് എനർജി. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത് സോളിഡ് ആണെന്ന് എന്ത് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കുക. ക്യാൻ വൈബ്രേറ്റ് ഓൺ അബൌട്ട് മീൻ പൊസിഷൻസ് ആൻഡ് കനോട്ട് ചേഞ്ച് പൊസിഷൻസ്. അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഒരു വൈബ്രേഷൻ മാത്രമേ അതിന് എന്തേ ഉള്ളൂ, പോസിബിൾ ഉള്ളൂ പാർട്ടിക്കിൾസിന് കേട്ടോ. സോളിഡിന്റെ ഹൈലി ഓർഗനൈസ്ഡ് ആയതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോം ഓഫ് മാറ്റർ ദാറ്റ് ഹാസ് നോ ഫിക്സഡ് ഷേപ്പ് ബട്ട് ഹാസ് എ ഫിക്സഡ് വോളിയം. അതായത് ഒരു ഫോം ഓഫ് മാറ്റർ ആണ്. ആ ഫോം ഓഫ് മാറ്ററിന് എന്തില്ല, നോ ഫിക്സഡ് ഷേപ്പ്, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല. അതുപോലെ തന്നെ ബട്ട് ഹാസ് എ ഫിക്സഡ് വോളിയം, അതിന് ഒരു ഫിക്സഡ് വോളിയം ഉണ്ട് ബട്ട് നോ ഫിക്സഡ് ഷേപ്പ്. ഒരു ഫിക്സഡ് ഷേപ്പ് ഇല്ല, ഫിക്സഡ് വോളിയം ഉണ്ട്. അത് ആർക്കാണുള്ളത്, ലിക്വിഡ് ആണ്, അല്ലെ. ലിക്വിഡിനാണ് ഇതുള്ളത്. സോ ലിക്വിഡ് ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ നമ്മൾ നോക്കണം, അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ്, ഐസ്, വാട്ടർ വേപ്പർ, കെറോസിൻ, ഇതിൽ ആരാണ് ലിക്വിഡ് നമ്മൾ നോക്കിയാൽ മതി. കാർബൺ ഡൈ ഓക്സൈഡ് മേജർലി നമുക്ക് ഗ്യാസ് സ്റ്റേറ്റിലാണ് കാണാൻ പറ്റുക കേട്ടോ, ഗ്യാസ് സ്റ്റേറ്റിലാണ്. ഐസ് എന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടറിന്റെ സോളിഡ് ഫോം ആണ്, സോ സോളിഡ് ആണ്. വാട്ടർ വേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, സ്റ്റീം. വാട്ടർ വേപ്പർ ഓർ സ്റ്റീം വാട്ടറിന്റെ ഗ്യാഷ്യസ് ഫോം ആണ്, സോ ഗ്യാസ് ആണിത്. കെറോസിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലെ. കെറോസിൻ എന്ന് പറയുന്നത് ഒരു ഫോസിൽ ഫ്യൂവലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ഫ്യൂവൽ ആണ് ആക്ച്വലി. കെറോസിൻ എന്ന് പറയുന്നത് നമ്മൾ മണ്ണെണ്ണ എന്ന് പറയും കേട്ടോ. മണ്ണെണ്ണ ആക്ച്വലി എന്താണ്, ലിക്വിഡ് ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുക, അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മേ ബി ബ്ലൂ കളറിലുള്ള ഒരു ലിക്വിഡ് ആയിട്ട് കാണാൻ പറ്റും. ആക്ച്വലി അതിന് കളർലെസ് ആണ്, ബട്ട് അതിന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡൈ ആഡ് ചെയ്തിട്ടാണ് അതിന്റെ ബ്ലൂ കളറിലേക്ക് വരുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കളറൊക്കെ കൊടുത്തിട്ടുള്ളത്. സോ കെറോസിൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, കെറോസിൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ലിക്വിഡ് ആണ്
ലിക്വിഡ് ആയിട്ടുള്ള ആൾ ആരാണ്? കെറോസിൻ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം വരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പാർട്ടിലേക്ക് പോകാം. അടുത്തൊരു പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതായത് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതെന്താണ്, ഫിക്സഡ് ഷേപ്പ് ആയിരിക്കും, റിജിഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഫിക്സഡ് വോളിയം ഉണ്ടാവും. അത് സോളിഡിലാണ് കാണാൻ പറ്റുക. ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ അതിന് റിജിഡിറ്റി ഒന്നുമില്ല, ലൂസ്ലി പാക്ഡ് ആണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഫിക്സഡ് ഷേപ്പ് ഒന്നുമില്ല, പക്ഷെ ഫിക്സഡ് വോളിയം ഉണ്ട് ലിക്വിഡിന്. നമ്മൾ ഇനി ഗ്യാസിൽ നോക്കുകയാണെങ്കിൽ നോ ഫിക്സഡ് ഷേപ്പ് നോ ഫിക്സഡ് വോളിയം ആണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിന് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ദ ഗിവൺ വെൻ ഡയഗ്രാം, സെലക്ട് ആൻ എക്സാമ്പിൾ ഫോർ എൽ, എം ആൻഡ് എൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഒരു വെൻ ഡയഗ്രാം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെ. സോ ഈ ഒരു വെൻ ഡയഗ്രാം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അപ്പൊ ഈ ഒരു വെൻ ഡയഗ്രാം ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യലി നമുക്ക് നോക്കി നോക്കാം. ഈ സർക്കിൾ ഫസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സർക്കിൾ ആണ് എന്താ ഡിനോട്ട് ചെയ്യുന്നത്, എന്താണ്, ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ള ആളുകളാണ് ആ ഒരു സർക്കിളിൽ ഇൻക്ലൂഡ് ആവാം. ഇനി രണ്ടാമത്തെ സർക്കിൾ നമുക്ക് നോക്കാം. ക്യാൻ ബി കംപ്രസ്ഡ്, പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഈസിലി കംപ്രസിബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈസിലി കംപ്രസിബിൾ ആയിട്ടുള്ള മാറ്റർ ആയിരിക്കും അതിലുണ്ടാവുക, സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആയിരിക്കും അതിലുണ്ടാവുക. ഇനി ഡെഫിനറ്റ് വോളിയം ഉള്ള രണ്ടാളുകളാണ് ഈ ഒരു സർക്കിളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു സർക്കിളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഡെഫിനറ്റ് വോളിയം ഉണ്ടാവും. ഇതിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. ഈ സർക്കിളിൽ ഇൻക്ലൂഡ് ചെയ്തുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. ഈ സർക്കിളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി പറയാൻ പറ്റും അവർക്ക് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയവും രണ്ടും കൂടിയും ഇൻക്ലൂഡ് ആയി വരുന്ന ഒരാളാണ് എൽ എന്ന് പറയുന്നത് അല്ലെ. ഈ രണ്ട് സർക്കിളിലും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതായത് ഡെഫിനറ്റ് വോളിയത്തിന്റെയും ഡെഫിനറ്റ് ഷേപ്പിന്റെയും ആ രണ്ട് സർക്കിളിലും ഇൻക്ലൂഡ് ആവുന്ന ഒരാളാണ് ആര്, ആക്ച്വലി എൽ എന്ന് പറയുന്നത്. സോ എൽ ആരായിരിക്കും, എൽ ഒരു സോളിഡ് ആയിരിക്കും. എൽ ഒരു സോളിഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് എൽ സോളിഡ് ആണെന്ന് പറയുന്നത്, എൽ സോളിഡ് ആണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്, എൽ സോളിഡ് ആണ്. വൈ? ബിക്കോസ് സോളിഡിനാണ് ഫിക്സഡ് ഷേപ്പും ഫിക്സഡ് വോളിയം ഉള്ളത്. അപ്പം ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയം ഉള്ളത് ആർക്കാണ്, സോളിഡ് ആണ്. സോ എൽ രണ്ട് സർക്കിളിലും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സോ എൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സോളിഡ്. ഇനി നമ്മൾ നോക്കേണ്ടത് എം എന്താണെന്നാണ് ചോദിക്കുന്നത്. എമ്മിന് പ്രോപ്പർ ഷേപ്പിൽ എന്ത് ചെയ്യുന്നില്ല, എം ഇൻക്ലൂഡ് ആയിട്ടില്ല. ക്യാൻ ബി കംപ്രസ്ഡ് എന്ന് പറയുന്ന സർക്കിളിൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ല. എം ഏത് സർക്കിളിൽ മാത്രമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, ഡെഫിനിറ്റ് വോളിയം എന്നുള്ള ആ ഒരു സർക്കിളിൽ മാത്രമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സോ ഡെഫിനിറ്റ് വോളിയം മാത്രം ഉണ്ട്. ക്യാൻ ബി കംപ്രസ്ഡ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി കംപ്രസിബിൾ ആയിരിക്കും, അതുകൊണ്ടാണ് ക്യാൻ ബി കംപ്രസ്ഡിൽ വരാത്തത്. അതുപോലെ തന്നെ ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. സോ എം ആരായിരിക്കും, ഒരു ലിക്വിഡ് ആയിരിക്കും. എം വിൽ ബി എ ലിക്വിഡ്. എം എന്തായിരിക്കും, ഒരു ലിക്വിഡ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് എൻ ആണ്. ക്യാൻ ബി കംപ്രസ്ഡ് ഈസിലി, പെട്ടെന്ന് തന്നെ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത് ഗ്യാസ് മോളിക്യൂൾസിനെയാണ്. ഗ്യാസിനെയാണ് പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റുക. ലിക്വിഡിനെ നമുക്ക് സ്ലൈറ്റ്ലി കംപ്രസ് ചെയ്തിട്ടേ സോളിഡ് ആക്കാൻ പറ്റുള്ളൂ. കുറച്ച് റിസ്കിയർ ആണ്, കുറെ അധികം പ്രഷർ നമ്മൾ കൊടുക്കേണ്ടി വരും ലിക്വിഡ് സോളിഡ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഒരു ഗ്യാസിനെ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഈസിലി നമുക്ക് പ്രഷറൊക്കെ കൊടുത്ത് ഈസിലി ചെയ്യാൻ പറ്റും. സോ ഈസിലി കംപ്രസിബിൾ ആണ് എന്ന് പറയുന്നത്. സോ എൻ ആരായിരിക്കും, ഒരു ഗ്യാസ് മോളിക്യൂൾ ആയിരിക്കും എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ ഫോർ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇങ്ങനെയുള്ള ഒരു ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. സോ നമുക്ക് ഓരോ ഓപ്ഷൻസും നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്ക് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും. സോ ഫസ്റ്റ് വൺ റബ്ബർ ബാൻഡ് ആണ്. എൽ റബ്ബർ ബാൻഡ് ആവാൻ ചാൻസ് ഉണ്ടോ, സോളിഡ് ആണ്. ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും റബ്ബർ ബാൻഡിന് ഉണ്ട്. സോ സോളിഡ് ആണ്. സോ കറക്റ്റ് ആണ്. ഇനി എൽ അയൺ റോഡ്. അയൺ എന്ന് പറയുന്ന ഇരുമ്പിന്റെ ഒരു കമ്പി അല്ലെ, ഇരുമ്പിന്റെ ഒരു കമ്പി അല്ലെങ്കിൽ ഇരുമ്പിന്റെ റോഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, അയൺ റോഡ് എന്ന് പറയുന്നത് ആക്ച്വലി സോളിഡ് ആണ്. ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. സോ അവിടെയും വരാൻ ചാൻസ് ഉണ്ട്. ഇനി എൽ സിറപ്പ് ആണ് കൊടുത്തുള്ളത്. സിറപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ലിക്വിഡ് ആണ് അല്ലെ. ലിക്വിഡ് ആയിട്ടുള്ള ഫോമിലാണ് നമ്മൾ സിറപ്സ് കാണാറുള്ളത് അല്ലെ, റൈറ്റ്. സോ സിറപ്സ്, ജ്യൂസസ് ഒക്കെ ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണാൻ പറ്റുക. സോ ഇവിടെ റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം മാർബിൾ. മാർബിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഗോലി എന്നൊക്കെ പറയും അല്ലെ, നമ്മൾ ഗോലി എന്നൊക്കെ പറയുന്ന ആളാണ് മാർബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ മാർബിൾ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്ന മാർബിളിനെ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ ഇവിടെ യൂസ് ചെയ്തുള്ള മാർബിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഗോലി ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനെന്ത് ഡെഫിനറ്റ് ആയൊരു ഷേപ്പ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. മറ്റേ മാർബിൾ ആണെങ്കിലും അതിനും എന്തുണ്ട്, അതും സോളിഡ് ഫോമിലാണ് നമ്മൾ കാണാൻ പറ്റുക. സോ ഇവിടെയും കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ നമുക്ക് ഓപ്ഷൻ സി എന്തായാലും വരില്ല എന്ന് മനസ്സിലായി. കാരണം ഓപ്ഷൻ സിയിലുള്ള ഒരു ഓപ്ഷൻ എന്താണ്, റോങ് ആണ്. സോ ആ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് എമ്മിന്റെ കേസിൽ ലിക്വിഡ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. എം ഓക്സിജൻ ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്, അത് റോങ് ആണ്. ഓക്സിജൻ നമുക്ക് നോർമലി കാണാൻ പറ്റും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് കാണാൻ പറ്റുക. സോ എം ഓക്സിജൻ എന്ന് പറയുന്നത് റോങ് ആണ്. ഇനി എം സോൾട്ട് എന്ന് പറയുന്നതും റോങ് ആണ്. സോൾട്ട് നമ്മൾ കോമൺലി കാണുന്നത് നമ്മൾ അതിന്റെ
പല ഡിഫറെന്റ് സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ബട്ട് നമ്മൾ നോർമലി കണ്ടിട്ടുള്ള സോൾട്ട്, കോമൺ സോൾട്ട് ആയിരിക്കും മേ ബി ഇവിടെ അവർ എന്ത് ചെയ്യുന്നുണ്ടാവാം, അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ജനറലി കാണുന്ന സോൾട്ട് ആക്ച്വലി സോളിഡ് ഫോമിലാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇതുമല്ല. സോ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ ഡി മാത്രമാണ്. സോ ഓപ്ഷൻ ഡിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എം സിറപ്പാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സിറപ്പ് ലിക്വിഡ് ഫോമിലാണ് നമുക്ക് കാണാൻ പറ്റുക. ദെൻ ഇനി നമ്മൾ ഒന്നും നോക്കണ്ട, ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും റോങ് ആണ് നമ്മൾ മനസ്സിലായി. കാരണം ഓരോ ഓപ്ഷൻസ് വീതം അവിടെ റോങ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. എന്നിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നില് പ്രോപ്പർലി വന്നിട്ടുള്ളത് ഏതാണ്? ഗ്യാസ് ആണ് അല്ലെ. എന്ന് ഗ്യാസ് ആണോ? ഇവിടെ ഡി ഓപ്ഷനിൽ വരുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഡി ഓപ്ഷനിൽ നൈട്രജൻ ആണ്. നൈട്രജൻ അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് ആയിട്ടുള്ള നൈട്രജനെ കുറിച്ചായിരിക്കും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, ആ ഒരു മീൻ ചെയ്തിട്ടുണ്ടാവും. അവിടെ നൈട്രജൻ എന്ന് പറയുന്നത് ഗ്യാസിയസ് ഫോമിലാണ് നമ്മൾ ജനറലി നമ്മളെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കാണുന്നത്. സോ ദാറ്റ്സ് വൈ നൈട്രജൻ ഗ്യാസ് സ്റ്റേറ്റിലാണ് കാണുന്നത് നമ്മൾ നോർമലി. സോ അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ എലിമിനേഷൻ ചെയ്ത് വിചാരിച്ചിട്ട് അത് ഓപ്ഷൻ കറക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾ എല്ലാ ഓപ്ഷനും കൂടി എന്ത് ചെയ്യണം, ആ ഒരു ഓപ്ഷനിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. സോ ഇത് കഴിഞ്ഞ വർഷം NSMCക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത്, വിച്ച് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഒക്കേഴ്സ് വെൻ പാർട്ടിക്കിൾസ് ഇൻ ഗ്യാസ് ലൂസ് എനർജി ആൻഡ് സ്ലോ ഡൗൺ ഇനഫ് ടു ഫോം എ ലിക്വിഡ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കുറച്ച് സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് സിറ്റുവേഷൻ ആണ്. ഇവിടെ നമ്മൾ മേജർലി നോക്കേണ്ടത് ഗ്യാസ് എന്താണ്, ഗ്യാസ് അതിന്റെ എനർജി ലൂസ് ചെയ്തിട്ട് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആ സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്ന ആ പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സ് നമ്മുടെ ക്ലൗഡ്സിലൊക്കെ കാണുന്നതാണ്. ക്ലൗഡ്സിൽ ആക്ച്വലി നമ്മൾ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത്. ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ അതിന്റെ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നതാണ്, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്നതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. സോ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് അവിടെ കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. കണ്ടൻസേഷൻ ആക്ച്വലി അത് ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, അവിടുത്തെ ആ ഒരു പ്രഷറും അതുപോലെ തന്നെ അവിടുത്തെ ലോ ടെമ്പറേച്ചറിന്റെ ഒക്കെ പ്രസൻസിൽ എന്ത് ചെയ്യും, അവിടെ പെട്ടെന്ന് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, അതിന് ലിക്വിഡ് ഫോമിലേക്ക് മാറി അത് ക്ലൗഡ് ആയിട്ട് മാറും. ക്ലൗഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. ഇത് നമ്മൾ ജനറലി നമ്മൾ വാട്ടർ സൈക്കിളിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. ആ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ തിരിച്ചെന്ത് ചെയ്യും, അത് ലിക്വിഡ് ആയിട്ട് മാറി ക്ലൗഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സ് ആക്ച്വലി കണ്ടൻസേഷൻ എന്നാണ് നമ്മൾ വാട്ടർ സൈക്കിളിൽ പറയാം. സോ ആ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഗ്യാസ് ടേൺ ബാക്ക് ഇൻ ടു ലിക്വിഡ് വെൻ കൂൾഡ്. അതായത് കൂൾ ആവുന്ന സമയത്ത് ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ ഒരു കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻ ടു ഗ്യാസ്, ദാറ്റ് ഈസ് വാട്ടർ വേപ്പർ വിത്ത് ഹീറ്റിന്റെ പ്രസൻസിൽ ലിക്വിഡ്, അതായത് എനർജി അബ്സോർബ് ചെയ്തിട്ട് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് നമ്മുടെ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. എനർജി റിലീസ് ചെയ്തിട്ട്, അതായത് ഗ്യാസ് പാർട്ടിക്കിൾസ് എനർജി റിലീസ് ചെയ്തിട്ടാണ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഏതൊരു മാറ്ററിന്റെയും സോളിഡ് സ്റ്റേറ്റിനായിരിക്കും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടാവുക. ലീസ്റ്റ് എനർജി മോളിക്യൂൾസ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും. ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത് ലിക്വിഡ് ആയിരിക്കും. ഇന്റർമീഡിയറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ രണ്ടിന്റെയും, സോളിഡിന്റെയും ഗ്യാസിന്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള എനർജിയാണ് ലിക്വിഡിന് ഉണ്ടാവുക. ഇനി ഗ്യാസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്യാസിന് നല്ല എനർജി ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജിന്റെ കേസ് പറഞ്ഞു അല്ലെ, അതാണ് നമ്മൾ പറഞ്ഞ എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഗ്യാസിന് ഹൈ എനർജി ആയിരിക്കും ഉണ്ടാവുക. ഏതൊരു മാറ്ററിനാണെങ്കിലും, ഏതൊരു ഫോം ഓഫ് മാറ്റർ നമ്മൾ ചെക്ക് ചെയ്താലും ഗ്യാസിനായിരിക്കും സോളിഡിനേക്കാളും ലിക്വിഡിനേക്കാളും കൂടുതൽ എനർജി ഉണ്ടാവുക. ഓഫ് വിച്ച് ലിക്വിഡ് ആണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ വരിക കേട്ടോ. അപ്പം അതും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സോ ഗ്യാസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഗ്യാസ് എനർജി ലൂസ് ആയിട്ട് ലിക്വിഡ് ആയി മാറുന്ന പ്രോസസ് ഏതാണ്? ഇതിൽ നമ്മൾ പറഞ്ഞ ഇവാപ്പറേഷൻ ആണോ കണ്ടൻസേഷൻ ആണോ? ആക്ച്വലി കണ്ടൻസേഷൻ ആണ് അല്ലെ. സോ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യനിൽ വരാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം ഓഫ് മോർ സബ്സ്റ്റൻസ് വെൻ ദേ ഫ്രീസ്? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോസ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് അവിടെ മീൻ ചെയ്തിട്ടുണ്ട് അല്ലെ. മോസ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് ആ ഒരു ക്വസ്റ്റ്യനിൽ പ്രോപ്പർലി മാർക്ക്ഡ് ആണ്. അപ്പൊ എല്ലാ സബ്സ്റ്റൻസിനും നമ്മൾ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ സബ്സ്റ്റൻസിനും ഒരു പെക്യുലാരിറ്റി ഉണ്ട്. എന്താണ്? നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത്
ഹീറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ആണ് ചെയ്യുക, വോളിയം ഇൻക്രീസ് ചെയ്യും. അതായത് അവരുടെ ആ ഒരു പാർട്ടിക്കിൾസിനെല്ലാം എനർജി കിട്ടും. എനർജി കിട്ടുന്ന സമയത്ത് അവർ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓരോ പാർട്ടിക്കിൾസ് ഫാർ അപ്പാർട്ട് ആവാനാണ് ശ്രമിക്കുക. സോ സോളിഡിന് നമ്മൾ ഹീറ്റ് കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ എനർജി കൊടുത്തെങ്കിൽ അത് ലിക്വിഡ് ആയിട്ട് മാറും. ലിക്വിഡിന് വീണ്ടും എനർജി കൊടുത്താൽ എന്ത് ചെയ്യും, അത് ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഫോം ഓഫ് മാറ്ററും ആക്ച്വലി വോളിയം ഇൻക്രീസ് ആണ് ചെയ്യുക. സോ വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം ഓഫ് മോർ സബ്സ്റ്റൻസ് വെൻ ദേ ഫ്രീസ്? അതായത് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താ നടക്കുക, ഹീറ്റിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രീസിംഗിൽ നടക്കുന്നത് അല്ലെ. ഫ്രീസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീസിംഗ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ഒരാളെ അതിന്റെ സോളിഡ് ഫോമിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സോളിഡിനാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എനർജി ആണെന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പോൾ സോളിഡിന് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് എനർജിയാണ്, ഇന്റർമീഡിയറ്റ് എനർജിയാണ് ലിക്വിഡിനുള്ളത്. അപ്പൊ ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം, എനർജി റിലീസ് ചെയ്യണം അല്ലെ. എനർജി ഇവിടെ എന്ത് ചെയ്യണം, എനർജി ഈ ഒരു സിറ്റുവേഷനിൽ എനർജി റിലീസ് ആണ് ചെയ്യേണ്ടത്. എനർജി അവിടെ എന്ത് ചെയ്യണം, റിലീസ് ചെയ്യണം. എനർജി റിലീസ് ഹീറ്റ് എനർജി ആയിട്ടാണ് അവിടെ റിലീസ് ചെയ്യുക. അപ്പൊ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഫ്രീസിംഗ് എന്ന് പറയുന്നത്. സോ ഫ്രീസിംഗ് പ്രോസസ്സിൽ ഇതാണ് നടക്കുന്നത്. സോ നോർമലി എന്താ നടക്കാം, എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത്, എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യും ജനറലി. അപ്പൊ എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത് വോളിയം ഡിക്രീസ് അല്ല ചെയ്യേണ്ടത്. അപ്പം എനർജി റിലീസ് ചെയ്യുന്ന ഈ സിറ്റുവേഷനിൽ എന്താ നടക്കുക, വോളിയം ഡിക്രീസസ് എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പം വോളിയം ഡിക്രീസ് ആണ് ചെയ്യുക, ഫ്രീസിങ് നടക്കുമ്പോൾ വോളിയം ഡിക്രീസ് ആണ് ചെയ്യുക. സോ ജനറലി സ്പീക്കിംഗ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും. ജനറലി എല്ലാ ഫോം ഓഫ് മാറ്റർ നമ്മൾ നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുക, ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ മാറ്ററിന്റെ വോളിയം ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക, അതായത് കംപ്രസ് ആവാണ് ചെയ്യുക. പക്ഷേ വാട്ടറിന്റെ കേസിൽ ഒരു അനോമലി ഉണ്ട്. വാട്ടറിന്റെ കേസിൽ അനോമലി നമുക്ക് കാണാൻ പറ്റുക 0 ഡിഗ്രി ടു 4 ഡിഗ്രി സെൽഷ്യസ്, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു അനോമലി കാണാൻ പറ്റുക. നോർമലി എല്ലാ ലിക്വിഡിലും ഈ ഒരു കാര്യം കാണാൻ പറ്റില്ല, പക്ഷെ വാട്ടർ മാത്രം എന്ത് ചെയ്യും, ഈ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ടർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇത്ര ലെവലിലുള്ള വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഓക്യുപ്പൈ ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ എന്താണ് അവിടെ വോളിയം ഇൻക്രീസ് ആണ് ചെയ്തത് അല്ലെ, അല്ലെങ്കിൽ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ആയി. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ വാട്ടറിന്റെ കേസിൽ ഒരു അനോമലി ഉണ്ട്, 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പം അത് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്ന സമയത്ത് ആക്ച്വലി വോളിയം ഇൻക്രീസ് ആണ് ചെയ്യുന്നത് കേട്ടോ, വോളിയം ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. വാട്ടറിന്റെ കേസിൽ മാത്രമാണ് നടക്കുന്നത്. വാട്ടറിന്റെ അനോമലിയാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. വാട്ടറിന്റെ ഒരു അനോമലിയാണ്. നോർമലി എല്ലാ ലിക്വിഡ്സിലും നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ വാട്ടറിൽ മാത്രം കാണുന്ന ഒരു അനോമലിയാണ് 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ എന്ത് ചെയ്യും, അത് 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ് ആക്കുന്ന സമയത്ത്, 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആകുന്ന സമയത്ത് അതിന്റെ വോളിയം ഡിക്രീസ് ചെയ്യും. ഈ ഒരു സിറ്റുവേഷനിൽ വോളിയം നമ്മൾ നോർമലി ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത്, ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി വോളിയം ഇൻക്രീസ് ആണ് ചെയ്യാന്ന് പറഞ്ഞത്, പക്ഷെ ഇവിടെ വോളിയം ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇനി 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുന്ന സമയത്ത് വോളിയം ഇൻക്രീസസ്. ഇത് വാട്ടറിന്റെ ഒരു അനോമലിയാണ്. വാട്ടറിൽ നോർമലി കാണാൻ പറ്റാത്ത, ബാക്കിയുള്ള ലിക്വിഡ്സിൽ നോർമലി കാണാൻ പറ്റാത്ത, വാട്ടറിൽ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഈ രണ്ട് സിറ്റുവേഷനും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ട് സിറ്റുവേഷനും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ഈ രണ്ട് സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ഡൗൺ ചെയ്യണം. ഈ രണ്ട് സിറ്റുവേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കണം കേട്ടോ. കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാട്ടറിന്റെ കേസിൽ മാത്രമാണ് നടക്കുന്നത്. നോർമലി ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് സോളിഡ് ലിക്വിഡ് ആകുമ്പോഴും ലിക്വിഡ് ഗ്യാസ് ആകുമ്പോഴും വോളിയം ഇൻക്രീസ് ആണ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ടു ലിക്വിഡും ലിക്വിഡ് ടു സോളിഡ് ആവുന്ന സമയത്ത് വോളിയം ഡിക്രീസ് ആണ് ചെയ്യുക. പക്ഷെ വാട്ടറിൽ ഈ ഒരു സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വാട്ടറിന്റെ ഈ ഒരു അനോമലി കാണാൻ പറ്റുക. സോ അതെന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ദ സോളിഡ് വിച്ച് അണ്ടർഗോ സബ്ലിമേഷൻ. അപ്പൊ സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താന്നുള്ളത് നമ്മൾ അറിയണം അല്ലെ. സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. സോ സബ്ലിമേഷൻ എന്താന്നുള്ളത് നോക്കാം. സബ്ലിമേഷൻ ഈസ് എ സയന്റിഫിക് ടേം ഫോർ ട്രാൻസിഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഡയറക്ട്ലി ഫ്രം എ സോളിഡ് ഇൻ ടു ഗ്യാസ് കംപ്ലീറ്റ്ലി സ്കിപ്പിംഗ് ദ ലിക്വിഡ് ഫേസ്. അതായത് ഒരു സോളിഡ് എന്തായി മാറുന്നു, സോളിഡ് എനർജി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടാണ് മാറുക. ലിക്വിഡ് ആണ് പിന്നീട് എന്തായിട്ട് മാറുക,
ഗ്യാസ് ആയിട്ട് മാറാം. പക്ഷെ സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സോളിഡ് സബ്ലിമേഷനിൽ എന്താ നടക്കുക, സോളിഡ് ആയിട്ടുള്ള ഒരു മാറ്റർ ഡയറക്ട്ലി ഗ്യാസ് ആയിട്ട് മാറുന്ന സിറ്റുവേഷൻ ആണ് നമ്മളെ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സബ്ലിമേഷൻ എന്ന് പറയുന്നത് സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആയിട്ട് മാറുന്നു വിത്തൗട്ട് എന്താണ് ലിക്വിഡ് ഫോമിലേക്ക് മാറാണ്ട് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിച്ചത് കേട്ടോ. സബ്ലിമേഷൻ എന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആവുന്നു. ഇത് നമുക്ക് നോർമലി കാണാൻ പറ്റുക ക്യാംഫർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കർപ്പൂരം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, കർപ്പൂരം, ക്യാംഫർ, അതുപോലെ തന്നെ നാഫ്തലിൻ ബോൾസ് അല്ലെ, നാഫ്തലിൻ ബോൾസ് അല്ലെ, നാഫ്തലിൻ ബോൾസ് എന്ന് പറയുന്ന പാറ്റ ഗുളിക, അതുപോലെ തന്നെ ക്യാംഫർ, ഇതൊക്കെയാണ് ഡയറക്ട്ലി സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള 2 എക്സാമ്പിൾസും കൂടി എന്ത് ചെയ്യാ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ എക്സാമ്പിൾസിൽ തന്നെ നമ്മൾ പഠിച്ചു അല്ലെ, സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആവുന്ന പ്രോസസ്സാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഡയറക്ട്ലി ഓപ്പോസിറ്റ്, ഗ്യാസ് തിരിച്ച് സോളിഡ് ആയി മാറുന്നു ലിക്വിഡ് സ്റ്റേറ്റ് ഇല്ലാതെ. ഈ ഒരു സിറ്റുവേഷന് നമ്മൾ വേറൊരു പേര് വിളിക്കും കേട്ടോ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. ഈ ഒരു സിറ്റുവേഷന് നമ്മൾ ഡീപൊസിഷൻ എന്നാണ് വിളിക്കുക കേട്ടോ. ഡീപൊസിഷൻ എന്നാണ് ഈ ഒരു സിറ്റുവേഷന് നമ്മൾ വിളിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ സോളിഡ് വിച്ച് അണ്ടർഗോ സബ്ലിമേഷൻ ഈ സബ്ലിമേഷൻ നടക്കുന്ന സോളിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നാഫ്തലിൻ ബോൾസ് ആണ്. നാഫ്തലിൻ ബോൾസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്താണ് അല്ലെ. സോ നാഫ്തലിൻ ബോൾസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഐസ് നേരെ ലിക്വിഡ് ആവും, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ആവും, വാട്ടർ ആണ് പിന്നീട് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നത്. ബട്ട് ആക്ച്വലി നാഫ്തലിൻ ബോൾസിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാതെ ഡയറക്ട്ലി ഗ്യാസ് ആയിട്ടാണ് സോളിഡ് മാറുന്നത്. നാഫ്തലിനും ക്യാംഫറിലും നടക്കുന്നത്. ക്യാംഫറിനെ നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി അത് ഗ്യാസ് ആയിട്ടാണ് മാറാം. ഇനി നമ്മൾ സോൾട്ട് ആണെങ്കിലും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റില്ല. സോൾട്ട് ഡയറക്ട്ലി എന്ത് ചെയ്യും, നമുക്ക് ലിക്വിഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ലിക്വിഡ് ഗ്യാസ് ആയിട്ടാണ് നോർമലി പോകാറുള്ളത്. സോ ഇതെന്താണ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നാഫ്തലിൻ ബോൾസ് ആണ് കറക്റ്റ് ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാണ്. ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താ, ലിക്വിഡ് അല്ലെ. ഫ്രീസിങ് നമ്മൾ റെഫ്രിജറേറ്റേഴ്സിലാണ് ഫ്രീസേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഫ്രീസേഴ്സ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറിനെ അത് സോളിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അല്ലെ. ലിക്വിഡ് ടു സോളിഡ് ആണ് ആ ഒരു ചേഞ്ച് നടക്കുന്നത്. സോ ലിക്വിഡ് ടു സോളിഡ് ചേഞ്ച് ആണ് നമ്മൾ ഫ്രീസിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് കറക്റ്റ്ലി മാച്ച് ആയിട്ട് വരുന്നത്. ഇവോപ്പറേഷൻ നമ്മൾ പറഞ്ഞു, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു അല്ലെ, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട്. സോ ആ ഒരു പ്രോസസ്സിൽ എന്താ നടക്കുന്നത്, ഇവോപ്പറേഷൻ പ്രോസസ്സിൽ ലിക്വിഡ് ടു ഗ്യാസ് ആണ് നടക്കുന്നത്. സോ കറക്റ്റ്ലി വരുന്നത് ഇങ്ങനെയാണ്. ഇനി കണ്ടൻസേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഗ്യാസ് ടു ലിക്വിഡ് ആയി മാറുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. സോ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ഗ്യാസ് ടു ലിക്വിഡ് ആണ്. സോ കണ്ടൻസേഷൻ പ്രോപ്പർലി മാച്ച് ആവുക ഇവിടെയൊക്കെയാണ്. ഇനി സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. സോളിഡ് ടു ഡയറക്ട്ലി ടു ഗ്യാസ് ആണ് അല്ലെ, വിതൗട്ട് അണ്ടർഗോയിങ് ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെ. ലിക്വിഡ് സ്റ്റേറ്റ് ഇല്ലാതെ ഡയറക്ട്ലി ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോ ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് സോളിഡ് ടു ഗ്യാസ് ആണ് നമ്മൾ കറക്റ്റ്ലി ആയിട്ട് മാച്ച് ആയിട്ട് വരാം. സോ ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി അല്ലെങ്കിൽ കുറച്ച് പാർട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. സബ്ലിമേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഡീപൊസിഷനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയില്ല. ഗ്യാസ് സോളിഡ് ആയിട്ട് മാറുന്നതിന് ഡീപൊസിഷൻ എന്ന് വിളിക്കും. സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കും. ഇനി ഗ്യാസ് എന്ത് ചെയ്യും, ഗ്യാസ് ഡിഫറെന്റ് ആയിട്ടുള്ള അയോൺസ് ആയിട്ട് മാറും, ചെറിയ ചെറിയ ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ആ ചാർജ് പാർട്ടിക്കിൾസ് ആവുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെയാണ് വി കോൾ ഇറ്റ് എസ് പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. അത് തിരിച്ചു വരുന്നതിന് നമ്മൾ റീകോമ്പിനേഷൻ എന്ന് വിളിക്കും കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഹയർ ലെവലാണ് നമ്മൾ പ്ലാസ്മയെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഈ ഒരു വേപ്പറൈസേഷൻ പ്രോസസ് ആണ് ആക്ച്വലി ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. വേപ്പറൈസേഷൻ ഓർ ഇവാപ്പറേഷൻ എന്നാണ് നമ്മൾ നോർമലി വിളിക്കുക. കണ്ടൻസേഷൻ നമ്മൾ പറഞ്ഞു, ഗ്യാസ് ടു ലിക്വിഡ് ആണ് കണ്ടൻസേഷൻ. ലിക്വിഡ് ടു ഗ്യാസ് ആണ് നമ്മൾ ഇവാപ്പറേഷൻ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് ഡയറക്ട്ലി സോളിഡ് ആയിട്ട് മാറുന്നതിന് നമ്മൾ ഫ്രീസിംഗ് എന്ന് വിളിച്ചു. ഫ്രീസേഴ്സിലൊക്കെ ഇതാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സോളിഡ് ലിക്വിഡ് ആയി മാറുന്ന പ്രോസസ് മെൽറ്റിംഗ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. സോളിഡ് ഡയറക്ട്ലി ലിക്വിഡ് ആയിട്ട് മാറുന്നതിന് നമ്മൾ മെൽറ്റിംഗ് എന്നാണ് വിളിക്കുക. മെൽറ്റ് ആവാണ് ചെയ്യുക കേട്ടോ. മെൽറ്റിംഗ് എന്നാണ് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യണം. കുറച്ച് മെന്റൽ എബിലിറ്റി ടൈപ്പ് കൂടി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം നമ്മൾ ഈസിലി മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഇത് ആക്ച്വലി എന്താണ്, ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് റിജിഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. ഫിക്സഡ് വോളിയം, ഫിക്സഡ് ഷേപ്പ് ആയിരിക്കും. മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഡെഫിനറ്റ്ലി ഇത് ഏതായിരിക്കും, എക്സ് ഏതായിരിക്കും, എക്സ് ഏത് സ്റ്റേറ്റ് ആയിരിക്കും, സോളിഡ് ആയിരിക്കും. ഇനി നമുക്ക് വൈയും സെഡും സ്ലൈറ്റ്ലി കൺഫ്യൂഷൻ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഈസിലി ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ എന്താണ്, ഇവിടെ കുറച്ചുകൂടി ടൈറ്റ്ലി തന്നെയാണ് പാക്ഡ് ആയിട്ട് കാണുന്നത് അല്ലെ. പക്ഷെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കുറച്ച് ഗ്യാപ്സ്
പാർട്ടിക്കിൾസിന്റെ ഇൻ ബിറ്റ്വീൻ ഇന്റർമോളിക്കുലാർ സ്പേസ് കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. പക്ഷെ അത് എന്നാലും എന്താണ് ലൂസ്ലി പാക്ഡ് അല്ലെ, അല്ലെങ്കിൽ ഒരു ലൂസ്ലി ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ടൈറ്റ്ലി ബൗണ്ട്, സ്ലൈഡ്ലി ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പാർട്ടിക്കിൾസ് എല്ലാം. സോ വൈ ഏതായിരിക്കും? ആക്ച്വലി ലിക്വിഡ് ആയിരിക്കും കേട്ടോ. വൈ ആക്ച്വലി ലിക്വിഡ് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോളിക്യൂൾസ് തമ്മിൽ നമുക്ക് സ്ലൈറ്റ്ലി ഗ്യാപ്സ് കാണാൻ പറ്റുന്നുണ്ട്. സർട്ടൺ പാർട്ടിക്കിൾസ് തമ്മിൽ സ്ലൈറ്റ്ലി ഗ്യാപ്സ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ്സ് വൈ നമുക്ക് എന്ത് പറയാം? ഇത് ഒരു ഗ്യാസ് പാർട്ടിക്കിൾ ആയിരിക്കും. Z എന്ന് പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കും. സോ ഇനി നമ്മൾ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി ഗ്യാസ് ടു ലിക്വിഡ് ആയി മാറുന്ന പ്രോസസ്സാണ് R എന്ന് പറഞ്ഞത് അല്ലെ. ഗ്യാസ് ടു ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിച്ചേ? ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ കണ്ടൻസേഷൻ എന്നാണ് വിളിച്ചത്. സോ R എന്തായിരിക്കും? R കണ്ടൻസേഷൻ ആയിരിക്കും. നമുക്ക് ഓരോ കാര്യങ്ങളും ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഇനി നമ്മൾ വൈയിൽ നിന്ന് Z ആവാം, അതായത് ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആയി മാറുന്ന പ്രോസസ്സ് നമ്മൾ ഇവാപ്പറേഷൻ എന്നാണ് വിളിച്ചത്. അതാണ് S എന്ന് പറയുന്നത്. സോ S എന്താണ്? ഇവാപ്പറേഷൻ ആണ്. അത് നമ്മൾ ഈസിലി മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കേണ്ടത് P എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ്. ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്ന പ്രോസസ് P എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രീസിങ് ആയിരിക്കും. ഫ്രീസിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇനി Q എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സോളിഡ് ടു ലിക്വിഡ് ആയി മാറുന്ന പ്രോസസ്സാണ്. സോ Q എന്തായിരിക്കും? Q ഈസ് ആക്ച്വലി എന്തായിരിക്കും? Q സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ മെൽറ്റിംഗ് എന്നാണ് വിളിച്ചത്. സോ Q മെൽറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് U എന്ന് പറയുന്നത് സോളിഡ് ടു ഗ്യാസ് ആണ്. അപ്പം അത് സോളിഡ് ടു ഗ്യാസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? U ഏതായിരിക്കും? U ആക്ച്വലി അത് സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് U എന്ന് പറയുന്നത്. T എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അത് ഗ്യാസ് ടു സോളിഡ് ആയി മാറുന്ന പ്രോസസ്സാണ്. അതിനെ നമ്മൾ ഡീപൊസിഷൻ എന്നാണ് വിളിച്ചത്. ഡീപൊസിഷൻ എന്നാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ വിളിച്ചത് അല്ലെ. ഡീപൊസിഷൻ എന്നാണ് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം? അപ്പം നമുക്ക് X എന്ന് പറയുന്നത് സോളിഡ് ആണ്, Y എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, Z എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. സോ ആ ഒരു സിറ്റുവേഷൻ മാത്രം നമ്മൾ നോക്കിയിട്ട് ആദ്യത്തെ പാർട്ട് നമുക്ക് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കാം. X സോളിഡ് ആണോ? X സോളിഡ് ആണ്. X സോളിഡ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പം ഓപ്ഷൻ സിയും എയും കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി Y ഗ്യാസ് ആണെന്ന് പറയുന്നത്, Y ഗ്യാസ് ആണോ? അല്ല, Y ഗ്യാസ് അല്ല. സോ ഓപ്ഷൻ ബി അപ്പം തന്നെ റോങ് ആയി. ഇനി Y ഗ്യാസ് എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്, അതും ഓൾറെഡി റോങ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എയോ സിയോ ആവാനാണ് ചാൻസ് ഉള്ളത് അവിടെ. ഇനി നമ്മൾ നോക്കേണ്ടത് Y ലിക്വിഡ് ആണോ? Y ലിക്വിഡ് ആണ്. സോ എ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. Z ഗ്യാസ് ആണോ? Z ഗ്യാസ് ആണ്, കറക്റ്റ്ലി പറയുന്നുണ്ട്. സോ ഓപ്ഷൻ എയോ സിയോ ആവാൻ ഇനിയും ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ബാക്കി 2 ഓപ്ഷൻസ് കൂടി നോക്കണം. R എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണോ? ആക്ച്വലി R എന്ന് പറയുന്നത് കണ്ടൻസേഷൻ ആണ് അല്ലെ. R എന്ന് പറയുന്നത് എന്താണ്? അത് ഗ്യാസ് ടു ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ്. അത് കണ്ടൻസേഷൻ ആണ്. സോ ഹീറ്റിംഗ് എന്ന് പറയുന്നത് റോങ് ആണ്. P ഫ്രീസിംഗ് ആണോ? നമ്മൾ P ഫ്രീസിംഗ് എന്നാണെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. സോ എ നമ്മളെ ആൻസർ റോങ് ആയിട്ടുണ്ട്. സി ആണ് നമ്മളെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം നമ്മൾ ഓരോ പ്രോസസ്സും ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ക്വസ്റ്റ്യന്റെ ആൻസറും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം. വിച്ച് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് occurs when particles in solid becomes slowly pass each other? അതായത് സോളിഡിലുള്ള പാർട്ടിക്കിൾസ് സ്ലൈറ്റ്ലി, അതായത് ലൂസ്ലി ബൗണ്ട് ആവുന്ന പ്രോസസ്സ്, അതായത് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന്റെ കറക്റ്റ് ആൻസർ എന്ത് ചെയ്യാം? നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം? പറയാം. ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? മെൽറ്റിംഗ് ആണോ? ബോയിലിംഗ് ആണോ? കണ്ടൻസിങ് ആണോ? സബ്ലൈമിംഗ് ആണോ? ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ടൈം സ്റ്റാമ്പ് മാർക്ക് ചെയ്ത് നിങ്ങൾ ആൻസർ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നമ്മളെ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് മോസ്റ്റ് ഫേവറബിൾ ഫോർ കൺവേർട്ടിംഗ് ഗ്യാസ് ഇൻ ടു ലിക്വിഡ്? ഒരു ഗ്യാസിനെ ലിക്വിഡ് ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും അല്ലെ. ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പം ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള സിറ്റുവേഷൻ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഗ്യാസിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. ഗ്യാസിനെ നമുക്ക് ലിക്വിഡ് ആയിട്ട് മാറാൻ പറ്റുന്ന 2 കണ്ടീഷൻസ് ആണ്. ഒന്ന്, ഹൈ പ്രഷർ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുകളിൽ അപ്ലൈ ചെയ്യണം. ഗ്യാസിന്റെ മുകളിൽ നല്ല ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുക? അതിനെ ലിക്വിഡ് ആയിട്ട് മാറ്റാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട വേറൊരു സിറ്റുവേഷൻ ആണ് ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ലോ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹൈ പ്രഷറും കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ഗ്യാസിനെ
ലിക്വിഡായിട്ട് മാറ്റാൻ പറ്റുക, ഗ്യാസിനെ ലിക്വിഡായിട്ട് മാറാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ കണ്ടിട്ടുള്ള LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിലൊക്കെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടാവും അല്ലേ, ആ ഗ്യാസ് സിലിണ്ടേഴ്സ് ആക്ച്വലി LPG എന്നാണ് നമ്മൾ പറയല്ലേ. ആ LPG ആക്ച്വലി ഗ്യാസ് ഫോമിലുള്ള ഒരു തെങ്ങിനെ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും വെച്ചിട്ട് അതിനെ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താണ്, ഗ്യാസിനെ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താണ് LPG എന്ന് പറയുന്നത്. ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്ന സിലിണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, CNG സിലിണ്ടേഴ്സ് ഒക്കെ നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാവും, ഓക്സിജൻ സിലിണ്ടേഴ്സ് കണ്ടിട്ടുണ്ടാവും. ഇതിലൊക്കെ ആക്ച്വലി ഗ്യാസിനെ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുത്തിട്ട് ലിക്വിഡ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഓക്സിജൻ സിലിണ്ടേഴ്സിലൊക്കെ ലിക്വിഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പം നമുക്ക് ആക്ച്വലി അറിയാം അല്ലേ, ഗ്യാസ് ആയിട്ട് ഇരുന്നാൽ അതിന് വോളിയം ഉണ്ടാവില്ല. നമ്മൾ ലിക്വിഡ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അതിന്റെ വോളിയം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പറയാം. ലിക്വിഡില് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, മേ ബി നിങ്ങൾ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ കാണുന്ന സമയത്ത്, LPG സിലിണ്ടേഴ്സ് ഒക്കെ കാണുന്ന സമയത്ത് അതിന്റെ വോളിയം വെയിറ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രോപ്പർലി കൊടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് ഒരു ഗ്യാസ് ആണെങ്കിൽ നമുക്ക് അത് പെർട്ടിക്കുലർലി പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിന്റെ വോളിയം ഒന്നും നമ്മൾ നോർമലി പറയാൻ പറ്റില്ല. അപ്പം അത് ലിക്വിഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, വെക്കാറുള്ളത്. നമ്മൾ സിലിണ്ടറിന്റെ ആക്ച്വലി വോളിയം ആണ് നമ്മൾ ഗ്യാസിന്റെ വോളിയം ആയിട്ട് നമ്മൾ നോർമലി പറയാറുള്ളത്. ഓക്കെ, സോ നമ്മൾ നോക്കേണ്ടത് ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ആണ്. ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഗ്യാസ് ക്യാൻ ബി കംപ്രസ്ഡ് ഇൻ ടു ലിക്വിഡ്. ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കണ്ടീഷൻ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ആണെന്ന് എന്ത് ചെയ്യും നിങ്ങൾ മനസ്സിലാക്കി. സോ ലിക്വിഫാക്ഷൻ ബൈ പ്രഷർ കൊടുത്തിട്ട് ലിക്വിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. സോ LPG അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഇതൊക്കെ മേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുത്തിട്ടാണ് ഗ്യാസിനെ നമ്മൾ ലിക്വിഡായിട്ട് കംപ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതാണ് നിങ്ങൾ മേജർലി നോക്കേണ്ടത്. ഇനി നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇവാപറേഷൻ. നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇവാപറേഷൻ ആക്ച്വലി ലിക്വിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾ അത് അതിന്റെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രോസസ്സാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. ബട്ട് ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ബോയിലിംഗ് പോയിന്റ് അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ബോയിലിംഗ് പോയിന്റ് ഈസ് it's a temperature at which all the liquid particles get converted into gaseous state. അതായത് എല്ലാ ലിക്വിഡ് പാർട്ടിക്കിൾസും മുഴുവനായിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുക. അത് വാട്ടറിന്റെ കേസിൽ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ സിറ്റുവേഷൻ ആണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഫോമിലുള്ള ഒരു മാറ്റർ അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു വേറെ ടേം ഉണ്ട്. അത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു മാറ്റർ സോളിഡ് ആയിട്ട് മാറുന്ന സമയത്ത് അതിന്റെ ആ ഒരു സോളിഡ് ആയിട്ട് മാറുന്ന ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് as ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും നോർമലി സെയിം ആയിരിക്കും, സെയിം ടെമ്പറേച്ചർ ആയിരിക്കും നോർമലി. അപ്പം വാട്ടറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഐസ് ലിക്വിഡ് ആയി മാറുന്നത്, ലിക്വിഡ് വാട്ടർ ആവുന്നതും വാട്ടർ സോളിഡ് ആയിട്ടുള്ള ഐസ് ആയിട്ട് മാറുന്നതും സെയിം ടെമ്പറേച്ചർ ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവാപറേഷൻ നടക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സിൽ ഇവാപറേഷൻ നടക്കും. ലിക്വിഡ് എപ്പം വേണമെങ്കിലും സോളിഡ് ആയിട്ട് മാറാം, ഏത് ടെമ്പറേച്ചറിലും മാറാം. പക്ഷേ മുഴുവൻ ലിക്വിഡും ഗ്യാസ് ആയിട്ട് മാറുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവുള്ളൂ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോയിലിംഗ് ആൻഡ് ഇവാപറേഷനും ബോയിലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ബോയിലിംഗ് ചേഞ്ചസ് ദ ലിക്വിഡ് ഇൻ ടു ഗ്യാസ് വൈൽ ഇവാപറേഷൻ മേക്സ് ദ ലിക്വിഡ് ഡിസപ്പിയർ. ആണോ? ഇവാപറേഷൻ ലിക്വിഡ്സിനെ ഡിസപ്പിയർ ആക്കുന്നതാണോ? അല്ല. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഗ്യാസ് ആയിട്ട് മാറുന്നതാണ്. പക്ഷെ എല്ലാ ലിക്വിഡ് പാർട്ടിക്കിൾസും ഗ്യാസ് ആയിട്ട് മാറുന്ന പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ആണ്. സോ അത് വെച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഇവാപറേഷൻ ആസ് ഇൻ കേസ് ഓഫ് ലിക്വിഡ് ഈസ് ചേഞ്ച് ഇൻ ഗ്യാസ്. ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്ന പ്രോസസ്സാണ് രണ്ടും, അത് തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല എന്നാണ് പറയുന്നത്. അതും റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം. ബോയിലിംഗ് ഒക്കേഴ്സ് അറ്റ് വൺ ടെമ്പറേച്ചർ ഓൺലി വൈൽ ഇവാപറേഷൻ മേ ഒക്കേഴ്സ് അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്. അതായത് ഇവാപറേഷൻ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ നടക്കും, ബോയിലിംഗ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രമാണ് നടക്കാന്ന് പറയുന്നത്. അത് ആക്ച്വലി എന്താണ്, റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ബോയിലിംഗ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നടക്കുക, ഇവാപറേഷൻ എന്താണ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ നടക്കും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇവാപറേഷൻ ഒക്കേഴ്സ് അറ്റ് വൺ ടെമ്പറേച്ചർ ഓൺലി വൈൽ ബോയിലിംഗ് മേ ഒക്കർ അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്. അതായത് ബോയിലിംഗ് ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും നടക്കും, പക്ഷേ ഇവാപറേഷൻ
എപ്പോഴും നടക്കില്ല എന്നാണ് പറയുന്നത്. ഇവാപ്പറേഷൻ ഏത് ടെമ്പറേച്ചറിൽ നടക്കും? ആക്ച്വലി ബോയിലിംഗ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. വാട്ടറിന്റെ കേസിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. സോ ഇവാപ്പറേഷനും ബോയിലിംഗ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു അല്ലെ, വാട്ടർ വേപ്പർ ആവുന്നത് പല സിറ്റുവേഷനിലും മാറുന്നുണ്ട്. കംപ്ലീറ്റ് വാട്ടർ വേപ്പർ ആവുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് ബോയിലിംഗ് പോയിന്റ്. അപ്പം ഇവാപ്പറേഷനും ബോയിലിംഗ് പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യാം നിങ്ങൾ മേജർലി നോക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. പീസ് ഓഫ് ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ വാട്ടറിന്റെ കേസിലാണ് നിങ്ങൾ ഓർക്കണം. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അത് മെൽറ്റ് ചെയ്യുന്നു അല്ലെ, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അത് സോളിഡ് മാറുന്നതിനാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് വിളിച്ചത്. ഇറ്റ്സ് ടെമ്പറേച്ചർ റിമൈൻ 0 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തു 0 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് നിൽക്കുന്നത്. അൺടിൽ ഓൾ ദ ഐസ് ഹാസ് ടേൺഡ് ഇൻടു വാട്ടർ ദ ഹീറ്റ് എനർജി സപ്ലൈ ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഈസ് യൂസ്ഡ്. ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ അത് 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് നിൽക്കുന്നത്. അത് എല്ലാ ഐസും അല്ലെങ്കിൽ എല്ലാ സോളിഡ് പാർട്ടിക്കിളും ലിക്വിഡ് ആയിട്ട് മാറുന്ന വരെ എന്ത് ചെയ്തു അത് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ മാറാതെ തന്നെ നിന്നു എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഗ്രാഫ് നോക്കുക. അപ്പം നിങ്ങൾ ഈ ഒരു ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഈസിലി മനസ്സിലാവും, സോളിഡ് ലിക്വിഡ് ആവുന്ന സമയത്തും ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്ന സമയത്തും ഗ്യാസ് ലിക്വിഡായി മാറുന്ന സമയത്തും ലിക്വിഡ് സോളിഡ് ആയി മാറുന്ന സമയത്തും ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ആക്ച്വലി അവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ, ടൈറ്റ്ലി പാക്ഡ് ആണ് നമ്മളെ ഈ ഒരു പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു സോളിഡ് എന്ന് പറയുന്നത് ടൈറ്റ്ലി പാക്ഡ് ആണ്. ഈ ടൈറ്റ്ലി പാക്ഡിൽ നിന്ന് ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടാണ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം, ലിക്വിഡിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. സോ ഈ ഒരു മെൽറ്റിംഗ് സിറ്റുവേഷനിൽ സോളിഡ് ലിക്വിഡ് ആയി മാറുന്ന സമയത്ത് ഈ ഒരു ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. സോ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവരെ തമ്മിൽ ക്ലോസ്ലി പാക്ഡ് ആണെങ്കിൽ അവർ തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലേ. ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എല്ലാ ഐസും ലിക്വിഡായി മാറുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹീറ്റ് എനർജി എക്സസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി അവിടെ യൂസ് ചെയ്യുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഇവിടെ വരുന്നത് നമുക്ക് നോക്കാം. ഇൻക്രീസ് ദ കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ മോളിക്യൂൾസ് മേക്കിംഗ് ദം മൂവ് ഫാസ്റ്റർ. ആക്ച്വലി അവിടെ കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്, ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിറ്റി അതിന് സോളിഡ് ലിക്വിഡായി മാറുന്ന സമയത്ത് വരുന്നുണ്ട്. സോ ഇത് വരാൻ ചാൻസ് ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് അത് എന്ത് ചെയ്യാം നോക്കാം. ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഐസ് ടു ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി അവിടെ 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്, 100 ഡിഗ്രി സെൽഷ്യസ് എവിടെയും മീൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ വരെ അത് എന്ത് ചെയ്യുന്നില്ല, ഹീറ്റിനെ എന്ത് ചെയ്യുന്നില്ല, കൂട്ടുന്നില്ല. ഇനി ബ്രേക്ക് ദ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹോൾഡിംഗ് ദ വാട്ടർ മോളിക്യൂൾസ് ടുഗദർ ഇൻ എ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ ടുഗദർ ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സോളിഡ് ഐസിലുള്ള ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എക്സസ് എനർജി നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റനിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എക്സ്പാൻഡ് ദ വോളിയം ഓഫ് ഐസ് ആസ് ഇറ്റ് കൺവേർട്സ് ഇൻ ടു ലിക്വിഡ് വാട്ടർ. ലിക്വിഡ് ആയിട്ട് വാട്ടർ ആയിട്ട് മാറുന്ന സമയത്ത് ആക്ച്വലി ഐസിന്റെ കേസിൽ ലിക്വിഡ് വാട്ടർ ആയിരുന്ന സമയത്ത് വോളിയം എക്സ്പാൻഡ് ആണ് ചെയ്യുന്നത്. എക്സ്പാൻഡ് അല്ലേ, വോളിയം കംപ്രസ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആണ് ചെയ്യുന്നത്, വോളിയം ഡിക്രീസ് ആണ് ചെയ്യുന്നത്. സോ ആ ഒരു വാട്ടറിന്റെ കേസിൽ വെച്ചിട്ട് ഇത് ഈസിലി നമുക്ക് പറയാൻ പറ്റും ഇത് എന്താണ് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എല്ലാം കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ എയും റോങ് ആണ്. സോ എല്ലാ ഓപ്ഷൻസും റോങ് ആണ്. ഓപ്ഷൻ സി മാത്രമാണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ എക്സസ് ആയിട്ട് കൊടുക്കുന്ന എനർജി, അതുപോലെ തന്നെ എക്സസ് ആയിട്ട് റിലീസ് ചെയ്യുന്ന എനർജി എന്തിനു വേണ്ടിയാണെന്നുള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നെങ്കിൽ ലിക്വിഡ് സോളിഡ് ആയി മാറുന്ന സമയത്ത് അവിടെ ആ ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എനർജി റിലീസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ ഒരു തിങ്കിങ് പ്രോസസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കൺഫ്യൂഷൻ ചോദിക്കുക. ഏതെങ്കിലും പാർട്ടിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുപോലെ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്താന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ NSMCക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടോ www.nsmc.xandYlearning.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക്
ചെയ്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ NSMC മാത്സിലും സയൻസിലും അടിപൊളി മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. NSMC എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു NSMCനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഒരുപാട് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.